അപ്പാർട്ട്മെന്റിന്റെ ഇവിടെ. ഇല്ല അടിയായില്ല കൊണയായി അടിയായില്ല. മുതുകിലോട്ടൊരു വണ്ടി വരുന്നുണ്ട്. അതാ പറഞ്ഞു റെക്കോർഡാ. ഹലോ ബ്രോ, അവനെ ഹോസ്റ്റ് എടുക്കാൻ പറ്റൂല. ലീഡറല്ലേ അവൻ. എക്സ്റ്റെൻഡ് ചെയ്യാം, നമുക്ക് ഇത് മാറ്റാൻ പറ്റും. അവൻ ചില്ലറ കൊണയല്ല ബ്രോ, അത്ര തന്നെ. നിങ്ങളൊരു സിറ്റുവേഷൻ ഇടയ്ക്ക് മുതുക്കിരുന്ന് മുതുകൊണായിരുന്നവൻ. എന്നിട്ട് അവൻ മറ്റേ പോയപ്പോ ഇവിടെ ഓൾറെഡി നമ്മള് നിങ്ങളെ ടീമോട് സിറ്റുവേഷൻ ആണെങ്കിൽ അവൻ നേരെ സംസാരിക്കണ്ടേ? വെയിറ്റ് അവൻ നേരെ സംസാരിക്കണ്ടേ? മിണ്ടായിരുന്നു പോണം. അവൻ വന്ന് മറ്റേ മുട്ടയും കൊണടിച്ച് നമ്മൾ നോക്കിക്കണെന്ന് പറഞ്ഞ എന്താ? എന്നിട്ട് നിന്നെ പണ്ട് പിള്ളേരെ അടിച്ചല്ലേ മറ്റേല്ലേ ചോദിക്കാൻ? ഇല്ല നിങ്ങളത് ചെയ്യണല്ലോ. അതവനെ ഇതാക്കിയതാ വാണിഫെയർ എന്നാ മുകളിലോട്ടായിരുന്നു ക്ലിയത്തായതാ. അവൻ മാനം വരെയൊക്കെ നമ്മള് തിരിച്ച് അവന്റെ ഞാൻ പണ്ടത്തെ ബ്രോക്കണാന്ന് വെച്ചപ്പോ അവന് പണ്ടത്തെ ബ്രോക്കണാന്ന് പറഞ്ഞാ പോരെ. ഇത് കൊണക്കിനെന്തിനാ അവിടെ വന്നിട്ട്? അവനെ കൊണച്ച് ഞാൻ പറയട്ടെ, ബ്രോക്കണുണ്ടോ? എടാ ഇവനെ ഹോസ്റ്റ് എടുക്കാൻ പറ്റും. ഫാൽക്കനെ കിട്ടിയതിനെ പിടിച്ചാൽ കൊടുക്കായിരുന്നു. മാക്കേ കോളൊന്നും ഇല്ലാതെ ആൾക്കാരെത്തിയല്ലോ മാക്കേ, അതെങ്ങനെ? മാലിക്ക് എങ്ങനെ എത്തി മാക്കേ ഇവിടെ? മാലിക്ക് ഞാൻ ലൈവ് പോലും അതന്നെ കോള് നമ്മുടെ മുന്നിൽ നിന്ന് കോള് കൊടുത്തിട്ടില്ല. ഞാൻ റേഡിയോയിലുണ്ട്. കോള് കൊടുത്തിട്ടില്ല. അതല്ല ഇപ്പൊ എങ്ങനെ എത്തിയെന്ന് നമ്മള് കോള് കണ്ടില്ല. ബ്രോക്കന്റെ അടുത്തൊന്ന് വരാൻ പറയോ? മറിയ സാർക്ക് കാരണം നമ്മൾ ഓൾറെഡി ചീഫ് ഓഫീസറിന്റെ സിറ്റുവേഷൻ ആണ്. ആണോ? അപ്പൊ അത് കൂടെ ഉള്ളവന്റെ അടുത്ത് പറയണം ഇതിന്റെ ഇടയ്ക്ക് വേറെ സിറ്റുവേഷൻ പിടിക്കരുതെന്ന്. ഞാനല്ലേ അവനായിട്ട് അങ്ങോട്ട് വന്ന് സിറ്റുവേഷൻ എടുത്താണോ? ഇല്ല, ഞാൻ അവന്റെ അടുത്ത് ചോദിച്ചു അവൻ പേര് ചോദിച്ചു ബ്രോക്കൺ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു പണ്ടത്തെ ബ്രോക്കൺ ആണോ? അപ്പൊ അവന്റെ കൂടെ എസ്റ്റോ ഗാർഡ് എന്ന് പറയുന്ന കണ്ടി കൂടെ വന്നിട്ട് രണ്ടും കൂടെ മറ്റേ ഒരു മുട്ടക്കോണ എനിക്ക് അറിഞ്ഞൂടല്ലോ. വെയിറ്റ് എന്നിട്ട് ഇവർ നിന്നിട്ട് കോണ എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു നീ പണ്ട് മറ്റേ ബെല്ലയിലെ അടിയുണ്ട് ലോലിനല്ലേ എന്നൊക്കെ പറഞ്ഞ് പറയേണ്ട കാര്യം എന്താ? പണ്ട് ബെല്ലയിലെ കാര്യമൊക്കെ നിങ്ങൾ വേറെ സിറ്റുവേഷൻ അങ്ങനെ പറയണ്ട. പോവല്ലോ, ലീവ് ചെയ്ത് പോവല്ലോ. പണ്ടത്തെ ബ്രോക്കണാണ് പറഞ്ഞിട്ട് ലീവ് ചെയ്ത് പോവല്ലോ. അവന്റെ ഭാഗം ഞാനൊന്ന് കേട്ടോ. അവന്റെ ഭാഗം കേട്ടോ. നമ്മള് മാക്കിന്റെ അടുത്ത് മാനുവായിട്ടല്ലേ സംസാരിക്കണം ഇത്ര ആള്. അവനോട് സംസാരിക്കണം. 7165 അടിക്കണില്ല സംസാരിക്കവാ. കേട്ടാ എല്ലാം തോന്നും നിങ്ങളോട് മാക്വർ സംസാരിച്ചോണ്ടിരിക്കും. എണ്ണം വരും എന്തൊക്കെ വന്നു.
നമ്മുടെ ഈ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞിട്ടാണെങ്കിൽ ഓക്കെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് സിറ്റുവേഷൻ ആണോ അല്ലേ എന്നുള്ളത് നമുക്കറിയേണ്ട ഇത് ഞങ്ങളുടെ കൺസേൺ ചെയ്യുന്ന കാര്യമില്ല. ഞങ്ങളുടെ ഗ്യാങ് മനസ്സിലായി. ഞങ്ങളെ വന്ന് കുറച്ച് നമ്മുടെ തലയെടുത്തേ ഉള്ളൂ. ഇത് സംസാരിക്കേണ്ട ഒരു ആവശ്യം ഞങ്ങൾക്കില്ല. അതുകൊണ്ടാണ് മാന്യമായിട്ട് അവനോട് സംസാരിക്കണം, അവനെ ഇങ്ങോട്ട് വരുത്താൻ പറഞ്ഞത്. അവനെ അറിഞ്ഞൂടെ, നിങ്ങളെ റേഡിയോയിൽ അറിഞ്ഞ സിറ്റുവേഷൻ ആണ്. അപ്പൊ അവന് മാന്യമര്യാദയ്ക്ക് സംസാരിച്ചൂടെ? ചൂടെ അവൻ മാന്യമായിട്ടാണ് അവിടെ സംസാരിച്ചത്. നമ്മള് മാനം പണ്ടത്തെ കണക്കൊക്കെ ഒന്ന് പറയണം. അവൻ ഫാൽക്കനൊന്നുമില്ല, ബ്രോക്കൺ മാത്രം. ബ്രോക്കറാണ് സംസാരിച്ചത്. ഞാനൊരു കാര്യം പറയട്ടെ. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കൺസേൺ അല്ല, നിങ്ങൾക്ക് സിറ്റുവേഷൻ ആണോ, അത് നിങ്ങളുടെ കൺസേൺ ആണ്. നിങ്ങൾക്ക് സിറ്റുവേഷൻ വേറെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അവന് കണക്ക് പറഞ്ഞു കൊടുത്തു മാത്തമാറ്റിക്സ് ഇന്ന് പഠിപ്പിച്ചിട്ട് ഇവിടത്തുള്ളു. അവനെ വിളിച്ചെടുത്താ എന്നോട് തന്നെ നിന്നെ അടിക്കും അവനെ അടിക്കും എല്ലാം അടിക്കും. അവ എത്ര നേരം മുതുക്കി സംസാരിക്കുന്നത്, പിന്നെ ഇപ്പൊ പോയിട്ട് റേഡിയോ ഉണ്ടല്ലോ. എത്ര നേരം റെസ്പോണ്ട് ചെയ്തില്ലേ? റെസ്പോണ്ട് ചെയ്തിട്ട് ബ്രോക്കർ എന്ന് പറഞ്ഞ പ്രശ്നം. ബ്രോക്കർ കണക്കുകൾ എഴുതിയെടുക്കാൻ പോയതായിരിക്കണം. ഞാൻ ഇത്രയൊക്കെ ഉണ്ടായിട്ട് നീ ഇവിടെ സംസാരിക്കുന്ന ധൈര്യമുണ്ടല്ലോ. അവനെന്തേ മെസ്സേജ് അടിച്ച് പോയോടാ? എടാ മാലിക്കേ, സ്വന്തം ഗ്യാങ്ങിലുള്ളവനല്ലേ, അവൻ അറിയില്ല എങ്ങനെ ശരിയാവാന്? അതോ സിറ്റുവേഷനോട് അവൻ ബ്രോക്കൺ ആയി പോയോ? നിങ്ങളുടെ സംസാരിക്കും, നമുക്ക് ഇങ്ങനെ സംസാരിക്കാം. അവന്റെ അടുത്ത് വരാൻ പറ. അവനല്ലേ നിന്നെ മാക്കിലേക്ക് അറിയാതല്ല, അവന്റെ അടുത്ത് വരാൻ പറ. സിറ്റുവേഷൻ പിടിച്ചല്ല, ഞാൻ അവന്റെ അടുത്ത് പണ്ടത്തെ ബ്രോക്കണാണോ ചോദിച്ചത്. എന്റെ അടുത്ത് വന്ന് പേര് ചോദിച്ചു. അപ്പൊ ഞാൻ തിരിച്ച് അവന്റെ അടുത്ത് പേര് ചോദിച്ചു ബ്രോക്കണാണോ എന്ന്. അല്ല, അവൻ പറഞ്ഞ് ബ്രോക്കൺ ആണെന്ന് പറഞ്ഞ പേര് ചോദിച്ചപ്പോ ഞാൻ ചോദിച്ചു പണ്ടുണ്ടായിരുന്ന ബ്രോക്കണാണോ ചോദിച്ചു. അപ്പൊ ഇവൻ പറഞ്ഞു അതെന്താ അറിഞ്ഞുകൂടാ, ഓർമ്മയില്ലെന്നൊക്കെ പറഞ്ഞ രീതിയിൽ സംസാരിക്കും. ഇവന് എസ്റ്റേ കോഡും കൂടെ. അപ്പൊ ചൂട് തിരിച്ചു പറഞ്ഞ് പണ്ട് നിനക്ക് തലയിൽ പണ്ട് ബുള്ളറ്റ് ഉള്ളതുകൊണ്ടായിരിക്കും മറന്നുപോയെന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ തിരിച്ച് അത് നിന്നെ പണ്ട് പെല്ലാലിലിട്ട് അടിച്ചതല്ലേ, പണ്ട് പെല്ലാരി ചത്തുകൊടുത്ത് കിടന്നില്ലേ നീ? ഇത് നമ്മൾ അറിയുന്ന പയ്യനാണ് ഈ. ഓ സെയിം കിച്ചു ടി ജിയിലുണ്ടായിരുന്നേ. ശബ്ദമൊന്നും വേണ്ട. വണ്ടിയാണ് നോക്കട്ടെ. അവരെല്ലാം ഓൺഫുട്ട് ഇറക്കണം. വന്നേ ഒത്തിരി വണ്ടി എന്താ ഒരു കൂട്ടം ഇത് ബ്രോക്കറിന്റെ അടുത്ത് പറഞ്ഞപ്പോ ഒരു 10-20 വണ്ടി കൊണ്ടുവന്ന വണ്ടി പിറ്റിയല്ലേന്ന്. ഹലോ വണ്ടി പിറ്റിയല്ലേന്ന് പിറ്റിയല്ലെന്ന്. എടാ ഇനി ഇതിനകത്തോട്ട് കേറില്ല, അതായത് ഈ പാർക്കിംഗ് സ്ലോട്ടിന്റെ മണ്ടയ്ക്കോട്ട് കേറരുത്, കാരണം അവരും കയറും ഇതിനകത്തോട്ട് കേട്ടോ. ഇതിനകത്ത് ഇനി വണ്ടി കയറണ്ട. ഇവിടെ ഓൾറെഡി ഞങ്ങൾ 4 പേര് നിൽപ്പുണ്ട്. ഞങ്ങള് എല്ലാത്തിനും ടയറും പൊട്ടിച്ച് തരാം, ലീസർ ചെയ്ത് തരാം. കിച്ചുവിനെ വണ്ടിയിൽ കൊണ്ടുവന്നാണ്. ഇങ്ങോട്ട് ഈ പിങ്ങിലുണ്ടോ? കിച്ചുള്ള വണ്ടി ഇങ്ങോട്ടോ? 20 വണ്ടിയാ ഈ കിച്ചുള്ള വണ്ടി ഇങ്ങോട്ടുണ്ടോ? കിച്ചു എന്താടാ എല്ലാരും വണ്ടി കയറുന്നു. കിച്ചുള്ള വണ്ടി ഇങ്ങോട്ടൊന്നേ പിങ്ങില്. കിച്ചു മാത്രം തന്നെടാ. കിച്ചു മാത്രമാ, കിച്ചു മാത്രം. എണ്ണം കുറയ്ക്കല്ലേ. ഇങ്ങോട്ട്. ഹലോ ബ്രോക്കെല്ലാം അറിയണത് പണ്ട് വെച്ച ബെല്ലാലിന്റെ അടി ഉണ്ടെന്ന് എന്തൊക്കെ പറയാനായിട്ടല്ലോ അവിടെ നിന്ന്. ബ്രോ അല്ലേ ആദ്യം ടീച്ചറിന്റെ കാര്യം പറഞ്ഞു? എന്ത് ടീച്ചറായാലും ഞാൻ ആദ്യം പറഞ്ഞു, നീയല്ലേ ആദ്യം പറഞ്ഞു. എടാ നീയേ ആദ്യം പറഞ്ഞു. നിന്റെ അടുത്ത് ഞാൻ എന്താ ചോദിച്ചത്? നിന്റെ അടുത്ത് ഞാൻ ആദ്യം ചോദിച്ച പേരെന്താണ് അല്ലെ? ഇപ്പൊ നീ പറഞ്ഞ ബ്രോക്ക്. അപ്പൊ ഞാൻ ചോദിച്ചെന്റെ അടുത്ത്. അപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്റെ അടുത്ത്? നീ അവിടെ നിന്ന് അമ്പയർ ചെയ്യല്ലേ ഒരുമാതിരി? എന്ത് എനിക്ക് ഓർമ്മ, നീ അവിടെ നിന്ന് ഓർമ്മയില്ല. ബ്രോക്കറാണോ ചോദിച്ചു? ഞാൻ പറയണ്ടേ? എനിക്കറിയോ നിന്നെ? എനിക്ക് നിനക്ക് അറിഞ്ഞൂടാ. അപ്പൊ എന്നെ അല്ല നീ അപ്പൊ നീ അറിഞ്ഞു. ആ അപ്പൊ പിന്നെ നീ ടീച്ചർ എങ്ങനെ പറഞ്ഞു? നിന്നെ നിനക്കറിയോ?
അങ്ങനെ അറിയാം എനിക്ക് തന്നെ അറിയാം. അപ്പൊ നീ പിന്നെ പണ്ട് DJ അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചോ നീ പണ്ട് DJ അതുകൊണ്ട് അതുകൊണ്ട് ചോദിക്കേണ്ട കാര്യം ചോദിക്കേണ്ട കാര്യം ഉള്ളോട്ട് ചോദിച്ചെന്തേ ചോദിച്ചുകൂടെ പണ്ടത്തെ ബ്രോക്കർ ചോദിച്ചൂടെ ആണോ എനിക്ക് അടിപൊളി കണ്ടെത്തിയിട്ടാണ് അതല്ല ബ്രോ ഞാൻ ഒരു കാര്യം പറയട്ടെ അല്ലല്ല ഒരു മിനിറ്റ് ബ്രോ ഒരു മിനിറ്റ് അല്ലല്ല ഫസ്റ്റ് ഇവൻ വന്നിട്ട് ഷോളിട്ട് നമ്മളെ കോഴി എടുത്തോണ്ട് പോയി അവിടെ കിടത്തിയായിരുന്നു ഒരാളെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ബ്രോ താങ്ക് യു ഫോർ ദ കൈൻഡ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു അത് വിട്ട് അപ്പൊ ഈ ലോല് വന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ച് എന്താ ബ്രോ ബ്രോക്കനാണോ പണ്ടുണ്ടായിരുന്ന ബ്രോക്കനാണോ അപ്പൊ ഞാൻ പറഞ്ഞു അല്ലല്ല ഒരു മിനിറ്റ് മനസ്സിലായി ബ്രോ മനസ്സിലായി ബ്രോ മനസ്സിലായി ബ്രോയുടെ ബോഡി കാടിനകത്ത് കിടക്കുമായിരുന്നാണ് അവര് പറഞ്ഞത്. അത് മനസ്സിലായി ബ്രോ അല്ല ബ്രോയുടെ തട്ടിയപ്പോ ബ്രോഡ് എടുത്തോണ്ട് വന്നു. അത് ആ കാര്യമാണ് അവന്മാർ അവിടെ വന്ന് പറഞ്ഞത്. ഓക്കെ അത് വിട്ടു ബ്രോ അത് വിട്ടിട്ട് ഈ ലോലം വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞ് പണ്ടുണ്ടായിരുന്ന ബ്രോക്കനാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എടാ ഒരു മിനിറ്റ് നീ സംസാരിക്കില്ലേ വെയിറ്റ് സംസാരിക്കില്ലേ സംസാരിച്ചോ എന്റെ അടുത്ത് സംസാരിക്കില്ലേ നീ ഇതിനിടയിൽ കയറി കൂടുതൽ താളാഴ്ച ഇടക്കത്തില്ലേ കൂടുതൽ കുഴക്കല്ലേ ബ്രോ ബ്രോന്റെ അടുത്ത് സംസാരിക്കുന്നേ ചാടാണ്ട് സംസാരിച്ചോ അപ്പൊ പണ്ടുണ്ടായിരുന്ന ഞാൻ പറഞ്ഞ അറിയത്തില്ല ബ്രോ പണ്ടുണ്ടായിരുന്ന ബ്രോക്കനാണോ അറിയത്തില്ലെന്നേ പറഞ്ഞോളൂ അപ്പൊ അവൻ പറഞ്ഞ് പണ്ട് ടി ജി അടി കൊണ്ടുകൊണ്ട് നടന്ന ബ്രോക്കനാണോ ചോദിച്ചു അപ്പൊ ഞാൻ അവന്റെ അടുത്ത് ചോദിച്ചു നിന്റെ പേരെന്താന്ന് ചോദിച്ചു പറഞ്ഞല്ലോ അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ ഞാൻ എന്താ എന്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ തിരിച്ചു ചോദിച്ചല്ല ഞാൻ അങ്ങോട്ട് ചോദിച്ചല്ല എന്റെ അടുത്ത് നീയാണ് അത് നീ ആദ്യം ടി ജി ആദ്യം പറഞ്ഞേ നീ ടി ജിന്റെ കാര്യം നീ ആദ്യം പറഞ്ഞേ നീയാ പറഞ്ഞേ മോനെ നീയാണ് ആദ്യം പറഞ്ഞേ ടി ജിന്റെ കാര്യം മനസ്സിലായോ അതേപോലെ ഞാനും ചോദിച്ചേ ബെല്ലാരി അടി കൊണ്ടിട്ടുണ്ടോന്ന് അത്ര ചോദിച്ചോളൂ ഞാനല്ല നീ എപ്പോഴാണ് എന്നെ ബെല്ലാരി അടിച്ചത് അപ്പൊ നീ എന്നെ എപ്പോഴാണ് ഡീസൽ അടിച്ചത് ഞാൻ ഡീസൽ നിന്നെ രണ്ട് ദിവസം മുമ്പ് ഒരാഴ്ച മുമ്പ് നീ അടിയും കൊണ്ട് കണ്ടതാ കണ്ട് ബാഗിൽ അപ്പയും കയറിയിക്കടാ ശരി 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 അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനാ എടുത്ത് കയറുന്നേ അടിക്കണമെന്ന് ഇതുണ്ടെങ്കിൽ റേഡിയോയിൽ ഡബിൾ ടാപ്പ് അങ്ങ് ചെയ്താൽ മതി അടിച്ചോളൂ അടിക്കട്ടെ വരെ കുറച്ചെടുത്തോ പോണോ എന്തോ അവൻ കൊണയാ സോൾവ് ചെയ്യാൻ താല്പര്യമില്ല അവന് കൊണയാ അവൻ കൊണയാ അവൻ കൊണ തല്ലാണ് തല്ല അവൻ മുതു കൊണയാ അവന് ഭയങ്കര കൊണയായിരുന്നു അവന് ഭയങ്കര കൊണയായിരുന്നു എന്നാ പിന്നെ സിറ്റുവേഷൻ എടുത്തോ പിന്നെ വേറെ നോക്കണ്ട തല്ലണ്ട ഇവിടെ കണ്ണാപ്പി പോയി കൊടുക്കണേ നീ മറ്റേ മാക്കാച്ചി കുത്തി ഇല്ല 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 ഇതിപ്പോ എന്താ ഇതിപ്പോ ഇവൻ പറയുന്നത് നിങ്ങളെ സൈഡിൽ നിന്നാണ് സത്യം പറഞ്ഞ സ്റ്റാർട്ടിങ് ഇനീഷ്യേറ്റ് ചെയ്തെന്നാ പറയണത്. ബ്രോ പണ്ടത്തെ ബ്രോക്കാണെന്ന് പറഞ്ഞ എന്ത് ഇനിഷ്യേറ്റിംഗ് ആണ് അല്ലല്ല പണ്ടത്തെ ബ്രോക്കാണെന്ന് ചോദിച്ചപ്പോ എനിക്ക് അറിയത്തില്ലെന്നല്ലേ പറഞ്ഞോളൂ സംസാരിക്കണ്ട നീ സംസാരിക്കുന്ന നമ്മൾ സംസാരിക്കുന്ന കേൾക്കുന്നുണ്ടോ നീ അടിച്ചോ അല്ലല്ല അത് വെറുതെ അടിച്ച മേളിലോട്ട് അടിച്ച അപ്പോഴേ പാലക്കനെ കാലിമേ ഇറങ്ങിയത് ഇവിടെ അടിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ ഈ മാർക്കിട്ട് ഇവിടെ കണ്ട ഇവിടുത്തെ ഇവര് ഈ സിറ്റുവേഷനിൽ മെമ്പേഴ്സിന് സോൾവ് ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറയണം. ഞാൻ പിന്നെ നമ്മളെ സൈഡിലുള്ള മെമ്പേഴ്സിന് നമ്മളെ സൈഡിലുള്ള മെമ്പേഴ്സിന് ഇഷ്ടമൊന്നുമില്ല. എനിക്കിഷ്ടമുണ്ട് ബ്രോ എനിക്കിഷ്ടമുണ്ട് എന്നാവും പല്ലേ പണ്ടേ പിള്ളേരിൽ അടിച്ചിട്ടില്ല അടിച്ച മുറക്കട്ടെ
നമുക്കതൊരു അണ്ണാ എനിക്ക് issue ഉണ്ട്, എനിക്ക് issue ഉണ്ട്. ഇപ്പോഴത്തെ കാര്യം പറഞ്ഞ പണ്ട് വല്ലതും എന്നെ അടിച്ചിട്ടില്ല അവൻ. കുറെ കൊടുത്തിട്ടുണ്ട് അവന്, ഞാൻ അവന് കുറെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഒരു മിനിറ്റ് ഒന്ന് സംസാരിച്ചോ. സംസാരിച്ചോ. നമുക്ക് ഇന്ന് ഓൾറെഡി തീ പൊട്ടിച്ചതിനായിട്ട് സിറ്റുവേഷൻ അവിടെ ഉള്ള വണ്ടി ഒരു ഡ്രൈവർ സെറ്റായി കടകളെ കണ്ടെത്തിയിട്ടവൻ പട്ടി കാണമേ. കേറിക്കോ. കൊറേ നേരെ അവന്റെ കൊറേ എല്ലാരും പാർക്കിംഗ് പാർക്കിംഗ് സ്പോട്ടിൽ താഴെ കുത്ത് ഇവിടെ ഫുള്ള് ആളെ. എനിക്ക് മയില് കത്തി നീ മറ്റേ മെസ്സടിക്കുമ്പോഴല്ലേ കാണത്തില്ല. ബാക്കിലുണ്ട് ഇങ്ങോട്ട് ഈ മാർക്കറ്റോ തള്ളിയടി ഇവിടെ നിറച്ചാളെ മാർക്കറ്റുണ്ട് കേറിടില്ല ബാക്കിലോട്ടൊക്കെ തള്ളി ഈ ബാക്കിലോട്ട് തള്ളി പണം എടുത്തിട്ട് അലക്കി പണമാരെ അതിന്റെ മുകളിലോട്ടൊന്ന് ഇവിടുത്തെ മണ്ണ് പണക്കല്ലേ മണ്ണ് അവൻ കാണിച്ചണ്ട. അതായത് വൺ വേ എടുത്ത് കൊറേ കില്ലെടുത്ത് മാസം കാണിക്കാൻ ചെയ്തവൻ കഴിഞ്ഞാടെ നോക്കണം. നീ പണ്ടിച്ച നീ മറ്റേ മൂഞ്ചി കൊണ്ട് നീ പഞ്ചില്ല കേട്ടോ. പണ്ടടിച്ച നിനക്ക് അടികൊള്ളാൻ യോഗ അവന്റെ ആട് തീട്ടപ്പട്ടി കൊറേ അമ്പി തീട്ടങ്ങൾ ഫാൽക്കന മതി.
ഫാൽക്കൻ മതി, ഫാൽക്കൻ എവിടെ ഉണ്ട്? ഫാൽക്കൻ മതി. ഫാൽക്കൻ അവിടെ മോബ് എടുത്തുണ്ട്. ആ ഇമാര് കൊറേ പേരുണ്ട്. നമ്മള് 23, 22 നമ്മുടെ 3 പേരെന്തോണ് ഇത്രയും കണ്ടികളെ അടിച്ചിട്ട് ഡൗൺ ആയി? ഇത്രയും കണ്ടികളെ എന്തായാലും ഈ കണ്ടി മതി, ഈ കണ്ടി മതി, ഈ കണ്ടി മതി, ഈ കണ്ടി മതി. കണ്ടി നിനക്ക് തരാടാ. നിന്റെയൊക്കെ പുറത്തൊക്കെ നിർത്തി വായി തന്നതാ. അമ്പി വേണം. വാ നിന്റെയൊക്കെ തരാ നിനക്ക്. വാ 3 പേരെ അടിച്ചാൻ പറ്റും. മണി ടോക്സും 3 പേരെ കണ്ടികളെ. ഫാൽക്കനെ മാറ്റിട്ട് മാറ്റിട്ട് അവനുണ്ട്. ഫാൽക്കനുണ്ട്. ഇവിടെ അലക്കല്ലേ. ആ ഓക്കെ. ഇല്ലില്ല, ഒരാളെ പറ്റും. ഫാൽക്കനെ മതി. ഫാൽക്കൻ